നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ദില്ലിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ദില്ലി സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം പുതിയ KPCC പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. അതായത് പുതിയ KPCC പ്രസിഡന്റിനെ അന്വേഷിച്ച് ഇപ്പോൾ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. പുതിയ KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് വേണ്ടി ഒട്ടനവധി നേതാക്കൾ ഇപ്പോൾ മത്സരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശനും KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമെല്ലാം മുഖ്യമന്ത്രിയാകാനായി തമ്മിലടിക്കുകയായിരുന്നു. ഒടുവിൽ വി.ഡി. സതീശന് നറുക്കു വീണുകയായിരുന്നു. വലിയ മുറിവേറ്റുകൊണ്ടാണ് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമെല്ലാം ആ പോരാട്ടത്തിൽ തോറ്റുമടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നില്ല. KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾ വിട്ടുകൊടുത്തെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതേസമയം തൻ്റെ ഭരണത്തെ അട്ടിമറിക്കാനും തന്നെ നേരെ ചൊവ്വേ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാനും എതിർ ഗ്രൂപ്പുകാർ ശ്രമിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് വി.ഡി. സതീശനുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ദില്ലി യാത്രയുടെ ലക്ഷ്യം സർക്കാരുമായി ഒത്തുപോകുന്ന ഒരാൾ KPCC അധ്യക്ഷനായി വേണമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കും ലക്ഷ്യം. എന്തായാലും ദില്ലിയിലെ നേതാക്കന്മാരെല്ലാം ഇന്ന് തിരക്കിലാണ്. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, മല്ലികാർജുൻ ഖാർഗെ ആയിക്കോട്ടെ, മറ്റ് നേതാക്കന്മാരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ വലിയ തിരക്കിലാണ്. കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചത്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒരുപോലെ കൊമ്പ് കോർക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചില ഓപ്പറേഷനുകൾ ദില്ലിയിൽ നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാണ്. ഇല്ലായെങ്കിൽ ഭരണത്തിന് മുന്നിൽ ശകുനം മുടക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കും ഈ KPCC അധ്യക്ഷനായി വരിക. തനിക്ക് മനസ്സമാധാനത്തോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ തൻ്റെ വശം പറഞ്ഞു ബോധ്യപ്പെടുത്താനായി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഇന്ന് പോകുന്നത്. എല്ലാ നേതാക്കന്മാരും പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരക്കിലായതിനാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയെല്ലാം വി.ഡി. സതീശൻ കാണുക പാർലമെൻറ്റ് മന്ദിരത്തിന് ഉള്ളിൽ വച്ചായിരിക്കും. MP ഹൈബി ഈഡനോടൊപ്പമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാർലമെൻറ്റിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് സൂചന. സർക്കാരുമായി ഒത്തുപോകുന്ന ഒരു KPCC അധ്യക്ഷൻ വേണമെന്നുള്ളത് വി.ഡി. സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. ഭരിക്കാൻ അനുവദിക്കാതെ എതിർ ഗ്രൂപ്പുകാർ ഇടങ്കോലിൽ നിന്നാൽ തീർച്ചയായും അത് വി.ഡി. സതീശന് തലവേദനയുണ്ടാക്കും. ഇപ്പോഴത്തെ ഉദാഹരണം തന്നെ വി.ഡി. സതീശന് എടുത്തു കാട്ടാവുന്നതാണ്. 2 മാസം പോലും പ്രായമാകാത്ത തൻ്റെ സർക്കാരിനെതിരെ SFI പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ KSUക്കാർ ഉന്നയിച്ച് നടക്കുന്നത്, അതും പരസ്യമായി. അവിടെ ഒരു ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് KSU സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി സർക്കാരിൻ്റെ ഈ നീക്കത്തെ തള്ളിപ്പറഞ്ഞത്. ഇടതുപക്ഷ അനുകൂലിയായ ഒരു വനിതയെ ഈ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചുവെന്നും അതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നുമാണ് ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തെ തള്ളുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത്. മാത്രമല്ല, ഈ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കുന്നതിലൊന്നും KSUവിന് വലിയ കാര്യമൊന്നുമില്ല, അക്കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്നാണ് വി.ഡി. സതീശൻ്റെ നിലപാട്. അതേസമയം ഇങ്ങനെ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സമയത്തു തന്നെ തേവര കോളേജിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരസ്പരം കണ്ടിട്ടും KSU സംസ്ഥാന അധ്യക്ഷനെ ബോധപൂർവം അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത്. അവിടുത്തെ സന്ദേശം വളരെയധികം വ്യക്തമാണ്. സർക്കാരിനെ വെറുതെ പ്രതിരോധത്തിലാക്കാൻ നോക്കണ്ട. KSUവിന് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ രഹസ്യമായി നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടാവുന്നതേ ഉള്ളൂ. അതിനു പകരം KSU ചെയ്തത് പരസ്യമായ വിഴുപ്പ് അലക്കലായിരുന്നു. ഇത് KC വേണുഗോപാലിൻ്റെ പണിയാണ് എന്നാണ് വി.ഡി. സതീശൻ ടീം വിലയിരുത്തിയിരിക്കുന്നത്. അതായത് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന് KC വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട്. ആ പിന്തുണ തീർച്ചയായും സർക്കാരിന് വലിയ
വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കുക, സർക്കാരിന് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഓരോ ദിവസവും തമ്മിലടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് താനുമായി ഒത്തുപോകാൻ സാധിക്കുന്ന, സർക്കാരുമായി ഒത്തുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം KPCC അധ്യക്ഷനായി വരണം എന്നിപ്പോൾ VD സതീശൻ കേന്ദ്ര നേതാക്കളെ കണ്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSU നേതാക്കളുടെ അഭിപ്രായം മാറ്റാൻ, അല്ലെങ്കിൽ KSU നേതാക്കളുടെ നീരസം മാറ്റാൻ മുഖ്യമന്ത്രി ഇന്നലെ ഇവരെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വച്ചിട്ടാണ് ഇന്നലെ ചർച്ച നടന്നത്. ആ ചർച്ചയിലും കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് സൂചന. ഏതാണ്ട് 4:10 KSU നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. 4:15 അതായത് 15 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ KSU നേതാക്കൾ പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ രമ്യമായ ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സൂചന. VD സതീശൻ തനിക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ വ്യക്തമിട്ട് പറഞ്ഞു. KSUവിൻ്റെ അഭിപ്രായം പറഞ്ഞു. KC വേണുഗോപാൽ KSUവിൻ്റെ പരസ്യമായ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനു പിന്നിൽ KC വേണുഗോപാൽ ആണ് എന്ന് വ്യക്തമായി സതീശൻ വിലയിരുത്തുന്നു. അതായത് 2 മാസം പോലും പ്രായമാകാത്ത തൻ്റെ ഈ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്താൻ KSU തന്നെ മുന്നിൽ നിൽക്കുന്നുവെന്നും അത് ഈ പറയുന്ന മറുഗ്രൂപ്പിൻ്റെ പണിയാണ് എന്നും VD സതീശൻ ശക്തമായി തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ KC വേണുഗോപാൽ പരസ്യമായി ഈ ആരോപണത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. KSU നേതാക്കൾക്ക് അവരവരുടേതായ ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെന്നും അത് തങ്ങൾക്ക് മനസ്സിലാകുമെന്നും, പക്ഷേ ഈ രീതിയിൽ പരസ്യമായി പറയുന്നത് ശരിയല്ല എന്നുമൊക്കെയാണ് പരസ്യമായി KC വേണുഗോപാൽ പറഞ്ഞത്. പക്ഷേ ഇവരോട് പൂർണ്ണമായും ആഭിമുഖ്യമുള്ള നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്നാണ് സൂചന. ഇത്തരത്തിൽ തൻ്റെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ KSUവിൻ്റെ സമരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ താനുമായി സഹകരിച്ചു പോകുന്ന ഒരു KPCC അധ്യക്ഷൻ വേണം. ഇല്ല എങ്കിൽ തീർച്ചയായും ഭരണ പ്രതിസന്ധി ഉണ്ടാകും. ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ തുടർഭരണം നേടാൻ കഴിയില്ല. ജനങ്ങൾ സർക്കാരിനെതിരെ, സർക്കാർ വിരുദ്ധ ചേരിയുടെ ഭാഗമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും താനുമായി ഒത്തുപോകുന്ന ഒരു KPCC അധ്യക്ഷനെ നിയമിക്കണമെന്നുമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ VD സതീശൻ ഇന്ന് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദില്ലി യാത്ര. ആ ദില്ലി യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശന് പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം ആ കാര്യങ്ങളിൽ ചിലത് പരിഗണിക്കുമെന്നുമാണ് ലഭിക്കുന്ന സൂചന.